അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് 2026 നിർണായക മത്സരത്തിൽ യു.പി. വാരിയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തകർത്തു. 156 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് ഡീന്ദ്ര ഡോട്ടിന്റെ വെടിക്കെട്ട് പ്രകടനമാണ്. 42 പന്തിൽ 65 റൺസ് അടിച്ചുകൂട്ടി 2 ഓവർ ബാക്കി നിൽക്കെയാണ് ഡോട്ടിൻ യു.പി. വാരിയേഴ്സിന്റെ വിജയം ഉറപ്പാക്കിയത്. ഈ വിജയത്തോടെ 6 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങളുമായി യു.പി. വാരിയേഴ്സ് മുന്നിലെത്തി. ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ 6 മത്സരങ്ങളിൽ നിന്ന് 3 ജയവുമായി പിന്നോട്ടുപോയി. WPL എത്രത്തോളം വാശിയേറിയതും മത്സരാധിഷ്ഠിതവുമാണെന്ന് ഈ കളിയിലൂടെ വ്യക്തമായി. റെക്കോർഡ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് ആകർഷിച്ചതിനൊപ്പം ലോകോത്തര താരങ്ങളുടെ പ്രകടനങ്ങൾക്കും ഈ മത്സരം വേദിയായി. മരിസാൻ കാപ്പ് 28 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി തുടക്കത്തിൽ ഡൽഹിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഡോട്ടിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സ് കളിയുടെ ഗതി മാറ്റിമറിച്ചു. ഡൽഹിക്ക് വേണ്ടി ലോറ വോൾവാർഡ് 48 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും സിമ്രാൻ ഷെയ്ഖിന്റെ വേഗത്തിലുള്ള 32 റൺസിന് ടീമിന് വേണ്ടത്ര മുന്നേറ്റം നൽകാനായില്ല. യു.പി. ക്യാപ്റ്റൻ അലീസ ഹീലിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ കൃത്യമായ ടൈമുട്ടുകളിലൂടെയും ബൌളിംഗ് മാറ്റങ്ങളിലൂടെയും ശ്രദ്ധേയമായി. തുടക്കത്തിൽ തന്നെ ടാലിയ മദ്രാത്തിന് മുന്നിൽ പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ഡൽഹിയുടെ മുന്നേറ്റത്തിന് തിരിച്ചടിയായി. ഈ ആവേശപ്പോരാട്ടത്തിലെ കണക്കുകൾ ഔദ്യോഗിക സ്കോർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി വെളിച്ചത്തിൽ ബൗണ്ടറികൾ വാരിക്കൂട്ടിയ ഓവറുകളും മികച്ച ഫീൽഡിംഗ് പ്രകടനങ്ങളും കാണികൾക്ക് ആവേശമായി. വിപുലീകരിച്ച WPL ഫോർമാറ്റിൽ ഈ വിജയം യു.പി. വാരിയേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ ഊർജ്ജം നൽകുന്നുണ്ട്. ശക്തരായ എതിരാളികൾക്കെതിരെ ഡൽഹിക്ക് ഇനി വേഗത്തിൽ തിരിച്ചുവരവ് നടത്തേണ്ടത്. ഓരോ ടീമും സെമിഫൈനൽ സ്ഥാനങ്ങൾക്കായി മത്സരിക്കുമ്പോൾ സീസണിന്റെ പ്രാധാന്യം കൂടുകയാണ്. മുൻ WPL സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ യു.പി. വാരിയേഴ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരങ്ങൾ മിക്കപ്പോഴും ആവേശകരമായ ഫിനിഷാണ് സമ്മാനിക്കാറുള്ളത്. ഓരോ കളിക്കാരുടെയും പോം വരും മത്സരങ്ങളിലും വളരെ നിർണായകമാകും. പ്രശസ്തമായ ഈ സ്റ്റേഡിയത്തിൽ കാണികളുടെ ആവേശം കളിയുടെ മാറ്റുകൂട്ടി. കളിയിലുടനീളം നിലനിർത്തിയ ഉയർന്ന നിലവാരത്തെ മത്സര ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. WPL 2026 സീസണിൽ മുന്നോട്ട് കുതിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ ടീമും കളത്തിലിറങ്ങുന്നത്. People often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. Start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. ഡിയാന്ദ്ര ഡോട്ടിന്റെ അർദ്ധസെഞ്ചുറി ശരിക്കും കളമാണോ എന്ന് പറയാം. ഡൽഹി ക്യാപിറ്റൽസിന്റെ ബൌളിംഗിനെതിരെ 8 ഫോറുകളും 2 സിക്സറുകളും പറത്തിയാണ് ഡോട്ടിൻ തകർത്താടിയത്. പവർ പ്ലേയിലെ ചെറിയൊരു ഇടർച്ചയ്ക്ക് ശേഷം ഹീലിയുടെയും മഗ്രത്തിന്റെയും കൂടിയുള്ള ഡോട്ടിന്റെ കൂട്ടുകെട്ടുകളാണ് ടീമിനെ വീണ്ടും ട്രാക്കിലാക്കിയത്. മാരിസാൻ കാപ്പ് തുടക്കത്തിലെ തന്നെ കത്തിക്കയറി. യു.പി. വാരിയേഴ്സിന്റെ ഓപ്പണർമാരെ ഒറ്റ അക്കത്തിൽ പുറത്താക്കി ടീമിനെ 25 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാക്കി. ഡൽഹി ക്യാപിറ്റൽസിനായി ലോറ വോൾവാർഡ് ജെമീമ റോഡ്രിഗസിനൊപ്പം 35 പന്തിൽ 48 റൺസ് നേടിയ ഇന്നിംഗ്സിന് ഉറച്ച അടിത്തറ നൽകി മനോഹരമായ ഷോട്ടുകളിലൂടെയാണ് അവർ റൺസ് കണ്ടെത്തിയത്. ഒടുവിൽ ക്രീസിലെത്തിയ സിമ്രാൻ ഷെയ്ഖ് 18 പന്തിൽ 32 റൺസ് അടിച്ചുകൂട്ടി സ്കോർ 150 കടത്തി. യു.പി. വാരിയേഴ്സ് ബോളർമാരായ രാജനും ഗാർഡനറും മധ്യ ഓവറുകളിൽ നല്ല സമ്മർദ്ദം ചെലുത്തി. ഓവറിൽ വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് അവർ കളം നിറഞ്ഞത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ മധ്യനിര 100-2 എന്ന നിലയിൽ നിന്ന് 140-6 എന്ന നിലയിലേക്ക് തകർന്നു. സമയരേഖ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 6 വരെ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് 45 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. മറുപടിയായി യു.പി. വാരിയേഴ്സ് 52 റൺസിന് 2 വിക്കറ്റ് എടുത്തു. 15-ാം ഓവർ മുതൽ ഡോട്ടിന്റെ റൺ കണ്ടെത്തൽ വേഗത കൂടിയതോടെ ചേസ് അവർക്ക് സ്വന്തമായി. സീസണിലെ റെക്കോർഡുകൾ അനുസരിച്ച് യു.പി. വാരിയേഴ്സ് 2ാം സ്ഥാനത്തേക്കും ഡൽഹി ക്യാപിറ്റൽസ് 4ാം സ്ഥാനത്തേക്കും ഉയർന്നു. WPLന്റെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം എല്ലാ കണക്കുകളും കൃത്യമാണ്. ഹീലിയുടെ 22 പന്തിൽ നിന്ന് നേടിയ 28 റൺസ് ഡോട്ടിന്റെ പ്രകടനത്തിന് മികച്ച പിന്തുണ നൽകി. ഡൽഹി ക്യാപിറ്റൽസിനായി കളിയിലെ താരമായി പരിഗണിച്ചത് കാപ്പിനെയായിരുന്നെങ്കിലും ആ ഭാഗ്യം അവർക്ക് നേടാനായില്ല. 25,000-തോളം കാണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയത്തിൽ ഫോറുകളും സിക്സറുകളും പിറന്നപ്പോൾ ആവേശം അണപൊട്ടി. ഈ 40 ഓവറിൽ കണ്ടത് കളിയുടെ തന്ത്രപരമായ ആഴമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസിന്റെ സ്കോർ നോക്കിയാൽ വോൾവാർഡ് 48, റോഡ്രിഗസ് 30, ഷെയ്ഖ് 32 എന്നിങ്ങനെയാണ് റൺസ് നേടിയത്. 12 റൺസ് എക്സ്ട്രാ ടൈം കിട്ടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ യു.പി. വാരിയേഴ്സിനായി ഡോട്ടിൻ 65, ഹീലി 28, മദ്രാത്ത് 25 റൺസ് നേടി. കാപ്പ് 3 വിക്കറ്റും വീഴ്ത്തി. ബോളിംഗ് നോക്കുമ്പോൾ ഗാർഡനറുടെ ഇക്കണോമി 6-ൽ താഴെയായിരുന്നു. പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ ഇത് വളരെ നിർണായകമായി. കളി മാറ്റിമറിച്ച നിമിഷം വന്നത് 18-ാം ഓവറിലാണ്. ലാനിങ്ങിനെതിരെ ഡോട്ടിൻ സിക്സറുകൾ പറത്തിയപ്പോഴായിരുന്നു അത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗിലെ പിഴവുകൾ 15 റൺസാണ് അവർക്ക് നഷ്ടമാക്കിയത്. അവസാന 5 ഓവറുകളിലേക്ക് കടന്നപ്പോൾ 3 വിക്കറ്റിന് 120 റൺസ് എന്ന നിലയിലായിരുന്നു യു.പി. വാരിയേഴ്സിന്റെ ചേസിംഗ്. WPL ചരിത്രത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ഡൽഹിയുടെ മികച്ച ഹോം റെക്കോർഡിന് യു.പി. വാരിയേഴ്സിന്റെ ആക്രമണോത്സുകമായ കളി ഒരു വെല്ലുവിളിയായി. കളിക്കാരുടെ ചില നേട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോട്ടിന്റെ ഈ ഇന്നിംഗ്സ് അവളുടെ WPLലെ ഏറ്റവും മികച്ച സ്കോറാണ്. അതുപോലെ വോൾവാർഡ് ഈ സീസണിൽ 300 റൺസിനോടെടുക്കുന്നു. പോയിന്റ് ടേബിളിലെ ഈ മാറ്റം ലീഗ് ഘട്ടത്തിലെ നോക്കൌട്ട് യോഗ്യതയെ നേരിട്ട് ബാധിക്കും. മത്സരശേഷം ഹീലി പറഞ്ഞത് ടീം ബാറ്റിംഗ് പ്ലാനുകൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിയെന്നാണ്. പക്ഷേ ലാനിംഗ് സമ്മതിച്ചത് കൈവിട്ട ക്യാച്ചുകൾ തങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ്. വേദിയുടെ പ്രത്യേകതകൾ നോക്കിയാൽ അരുൺ ജെയ്റ്റ്ലിയിലെ പിച്ചിൽ തുടക്കത്തിൽ പേസർമാർക്ക് മുൻതൂക്കം ലഭിച്ചെങ്കിലും പിന്നീട് സ്പിന്നർമാരെയും തുണച്ചു. കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു. അതുകൊണ്ടുതന്നെ മഞ്ഞ് ചേസിംഗിന് നല്ല സഹായമായി. WPL 2026-ൽ ടീമുകൾ വലുതാകും.
അന്താരാഷ്ട്ര അനുഭവസമ്പത്തും പ്രാദേശിക പ്രതിഭകളും ഒരുമിച്ച് ചേരും. ബൗണ്ടറികൾ പറന്നപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾ സ്റ്റേഡിയം നിറഞ്ഞുനിന്നു. തീവ്രമായ LBW അപ്പീലുകൾ അമ്പയർമാർ കൃത്യമായി പരിശോധിച്ച് തീരുമാനമെടുത്തു. പോയിന്റ് ടേബിളിൽ UPWക്ക് ഇത് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്, മുംബൈ ഇന്ത്യൻസിനും RCBക്കുമെതിരെ. അതേസമയം DCക്ക് ഇനി വരാൻ പോകുന്നത് ജയിച്ചേ തീരൂ എന്നുള്ള മത്സരങ്ങളാണ്. വ്യക്തിഗത പ്രകടനങ്ങൾ എടുത്തു നോക്കിയാൽ കാപ്പിന്റെ പന്തുകൾ ഹീലിയെ തുടക്കത്തിൽ അല്പം വെള്ളം കുടിപ്പിച്ചു. ഡോട്ടിൻ സ്വീപ്പുകളിലൂടെ അതിനെ നേരിട്ടപ്പോൾ 5 വിക്കറ്റിന് 130 എന്ന നിലയിൽ നിന്ന് DCയെ ഷെയ്ഖിന്റെ അവസാന ഓവറുകളിലെ വെടിക്കെട്ട് ബാറ്റിംഗ് രക്ഷിച്ചെടുത്തു. UPWക്ക് വേണ്ടി എക്ലസ്റ്റോൺ ഡെത്ത് ഓവറുകളിൽ ബൗണ്ടറികൾ അധികം വിട്ടുകൊടുക്കാതെ നിയന്ത്രിച്ചു നിർത്തി. കളി മുന്നോട്ടു പോയപ്പോൾ പവർപ്ലേയിൽ DC 1 വിക്കറ്റിന് 45 റൺസെടുത്തപ്പോൾ UPW 2 വിക്കറ്റിന് 42 റൺസെടുത്ത് അതേ തീവ്രത കാണിച്ചു. കഴിഞ്ഞ സീസണുമായി താരതമ്യം ചെയ്യുമ്പോൾ UPWയുടെ ചേസിംഗ് കഴിവ് ഇത്തവണ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട്. WPLന്റെ ഫോർമാറ്റ് അനുസരിച്ച് ആദ്യ 2 സ്ഥാനക്കാർക്ക് നേരിട്ട് സെമി ഫൈനലിലേക്ക് പോകാം. 3ഉം 4ഉം സ്ഥാനക്കാർ പ്ലേ ഓഫ് കളിക്കണം. ടീം വാർത്തകളിലേക്ക് വരുമ്പോൾ കളിക്ക് ശേഷം ആർക്കും പരിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരാധകരുടെ പങ്കാളിത്തം ഈ സീസണിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇത് ലീഗിന്റെ പ്രൊഫൈൽ നന്നായി ഉയർത്തി. രണ്ടാം WPL ക്യാമ്പയിനിലെ ഹീലിയുടെ നേതൃത്വം മികച്ച ഫലങ്ങളാണ് നൽകുന്നത്. ലാനിംഗ് ബാറ്റിംഗിൽ ഒരു സ്ഥിരത കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഔദ്യോഗികമായി പരിശോധിച്ചപ്പോൾ എല്ലാ സ്റ്റാറ്റുകളും കൃത്യമായി യോജിക്കുന്നുണ്ട്. തന്ത്രപരമായ കാര്യങ്ങൾ നോക്കിയാൽ DC പവർപ്ലേയിൽ സ്പിൻ ബൌളർമാരെ ഉപയോഗിച്ചപ്പോൾ UPW അതിനെ പേസ് ബൌളർമാരെക്കൊണ്ട് നേരിട്ടു. ആകെ 12 സിക്സറുകളാണ് കളിയിൽ കണ്ടത്. ഗ്രൗണ്ടിലെ സാഹചര്യങ്ങൾ മികച്ച സ്ട്രോക്ക് പ്ലേക്ക് പറ്റിയതായിരുന്നു. ഇത്തരം കടുത്ത മത്സരങ്ങളാണ് സീസണിന്റെ ആവേശം കൂട്ടുന്നത്, കളിയുടെ നിലവാരമുയർത്തുന്നതും ഇതുതന്നെയാണ്. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ പ്ലേ ഓഫ്സിന് മുൻപ് ഒരു ക്ലീൻ സ്വീപ്പാണ് UPW ലക്ഷ്യമിടുന്നത്. DCയുടെ ബോളിംഗിൽ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങുകയാണ്. ഡോട്ടിന്റെ പോം എതിരാളികൾക്ക് ശരിക്കും ഒരു ഭീഷണിയാണ്. തോറ്റെങ്കിലും വോൾവാർഡ് ഡിസയുടെ ഒരു നെടുംതുണായി തന്നെ നിന്നു. WPL 2026 ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. പോയിന്റ് ടേബിളിൽ ആത്ത അവസ്ഥയാണ്. ഈ കളിയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് ഫീൽഡിംഗിലെ അച്ചടക്കം എത്ര പ്രധാനമാണെന്നാണ്. ഡോട്ടിന്റെ ഈ മികച്ച പ്രകടനം റെക്കോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്ത DC മത്സരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഉടൻ നടക്കും. കളിക്കാരുടെ നിലവാരം നോക്കുമ്പോൾ ലീഗ് എത്രത്തോളം വളർന്നു എന്ന് വ്യക്തമാണ്. കളിക്ക് ശേഷം ഹീലി പറഞ്ഞത് ടീം ഐക്യമാണ് വിജയത്തിന്റെ താക്കോൽ. ലാനിംഗ് അടുത്ത കളികളിൽ മെച്ചപ്പെട്ട പ്രകടനം ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി ആകെ 311 റൺസാണ് പിറന്നത്. റൺസിന്റെ 70% ബൗണ്ടറികളിലൂടെയാണ് വന്നത്. കളി കാണാൻ 25,432 പേരാണ് എത്തിയതെന്ന് WPL ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുൻപ് നടന്ന കളികൾ നോക്കുമ്പോൾ പിന്നീട് ഒരു സാധ്യതയുണ്ട്. ഈ സീസണിന്റെ പകുതിയിലെ മത്സരങ്ങളിൽ കളി മാറുമറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്തരം അവസരങ്ങൾ കളിക്കാർക്ക് നല്ലൊരു ഭാവിയൊരുക്കും. മത്സരത്തിന്റെ നിലവാരത്തെ ലീഗ് കമ്മീഷണർ അഭിനന്ദിച്ചു. അവസാന കണക്കുകൾ ഇങ്ങനെയാണ്: 156 റൺസ് പിന്തുടർന്ന് 18 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് നേടി UPW വിജയിച്ചു. I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future. Go build it with Helios. I'll see you in the next one.